കള്ളം പറയുക എന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദിവസവും വാർത്താ സമ്മേളനത്തിൽ ഒന്നോ രണ്ടോ കള്ളം വിളിച്ചു പറയും. പച്ചക്കള്ളമാണ് പറയുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മാധ്യമപ്രവർത്തകർക്ക് അതേക്കുറിച്ച് കൃത്യമായ വിവരമില്ലാത്തത് കൊണ്ട് അവർ മിണ്ടാതിരിക്കും. അതല്ലെങ്കിൽ ബോധപൂർവം മിണ്ടാതിരിക്കും. അതിനുള്ള പണികളൊക്കെ ഇപ്പോൾ വി.ഡി. സതീശനും സുനിൽ കനോഗുലുവും കൂടി നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കള്ളം? അത് നമുക്ക് കേൾക്കാം. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. അതൊന്നുമല്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യട്ടെ. ഒരു പ്രാവശ്യത്തെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിന്റെ ഒരു ഡിലേ വന്നത്. പാഠപുസ്തകം നേരത്തെ നൽകിയതിൽ സന്തോഷമുണ്ട്. അതിനെ വിമർശിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത് എല്ലാ കാലത്തും പാഠപുസ്തകങ്ങൾ വൈകിയിരുന്നില്ല. ഒരു തവണ മാത്രമേ വൈകിയിരുന്നുള്ളൂ. ഒരേ ഒരു തവണ. അതാണ് ഇപ്പോൾ വലിയ ചർച്ചയാക്കുന്നത്. അതാണിപ്പോൾ വലിയ സോഷ്യൽ മീഡിയ ട്രോളുകളായി വരുന്നത്. ഇതാണ് വി.ഡി. സതീശന്റെ പരിഭവം. ഒരു തവണ മുടങ്ങിയോ വി.ഡി. സതീശ? എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു തവണ, ഒരു വർഷം വിദ്യാർത്ഥികൾ പാഠപുസ്തകമില്ലാതെ പഠിക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ പോലും അവകാശമില്ല. ആ സർക്കാർ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവരുടെ ഭാവിയുടെ പ്രശ്നമാണ്. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പോയാൽ അതിന് ഉത്തരവാദി ആ സർക്കാരിലെ. ഒരു തവണ വീഴ്ച പറ്റി എന്ന് പറയുന്നുണ്ടല്ലോ വി.ഡി. സതീശൻ. ഇനിയും അത്തരം വീഴ്ചകൾ ഒരു തവണയെങ്കിലും ഒരു തവണ വരുന്ന രൂപത്തിൽ UDF സർക്കാരിനെ അധികാരമേൽപ്പിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സത്യം എന്താണ്? ഒരു തവണയല്ല, 3 തവണ. 2013, 2014, 2015 3 തവണ പുസ്തകം കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല UDF സർക്കാരിന്. മുസ്ലിം ലീഗ് നേതാവ് P.K. അബ്ദുൾ റബ്ബാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ധനകാര്യ വകുപ്പാണ് പണം തരാത്തത്, അതുകൊണ്ടാണ് പുസ്തകം വൈകിയത് എന്ന്. ഓഗസ്റ്റ് മാസമായിട്ടും പുസ്തകം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പാഠപുസ്തകത്തിന്റെ PDF, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാണ് വിദ്യാർത്ഥികൾ പഠിച്ചത്. വിദ്യാർത്ഥികൾ തന്നെ അത് മാധ്യമങ്ങളോട് പറയുന്നുമുണ്ട്. അത്രമാത്രം കഴിവുകെട്ട ഭരണമായിരുന്നു UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? സാധാരണ പുസ്തകം പ്രിന്റ് ചെയ്യാറുള്ളത് സർക്കാർ കമ്പനിയായ കൊച്ചിയിലെ കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റിയാണ്. എന്നാൽ അവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ കമ്മീഷൻ വാങ്ങിക്കാൻ പറ്റില്ല, അഴിമതി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് നൽകി. സ്വകാര്യ കമ്പനിക്ക് കൃത്യസമയത്ത് പണം നൽകാത്തത് കൊണ്ട് അച്ചടി മുടങ്ങുകയും ചെയ്തു. പേപ്പർ വാങ്ങാൻ പണം കൊടുത്തിരുന്നു, അതിന്മേൽ കമ്മീഷൻ വാങ്ങി, അച്ചടിക്ക് കമ്മീഷൻ, അങ്ങനെ വിവിധ രൂപത്തിൽ കുട്ടികളുടെ പാഠപുസ്തകം പോലും വിറ്റ് കാശാക്കുന്ന UDF സർക്കാരിനെയാണ് 2011-16 കേരളം കണ്ടത് എന്നോർക്കണം. ആ ഓർമ്മ നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്കാണ് വന്നിട്ട് വി.ഡി. സതീശൻ പറയുന്നത് ഒരു തവണ മാത്രമേ വൈകിട്ടുള്ളൂ, അതാണ് വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് എന്ന്. ഇങ്ങനെ കള്ളവും പച്ചക്കള്ളവും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമോ UDFന് എന്ന ചോദ്യം ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.